ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷോ വ്ളോഗ്സ്. അപ്പം കുറേ ആയില്ലേ, സോറി, കുറച്ച് തിരക്കായിപ്പോയി ഗായ്സ്. അപ്പം ഞാൻ കരുതി നിങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വരാമെന്ന്. ഇത് ഭയങ്കര സ്പെഷ്യലൊന്നുമല്ല, എല്ലാവരും നോർമലി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ആദ്യമേ ഇതെങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം നമുക്കിത് ശീലമില്ലായിരുന്നല്ലോ. അങ്ങനെ അതിൻ്റെ മസാല പിടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് സെറ്റ് ഓഫ് ഫ്രൈ ആക്കണം, ഒരു ഷാലോ ഫ്രൈക്ക് വേണ്ടിയിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിലെ മസാലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് ചെറുതായിട്ട്, പിന്നെ നമ്മുടെ വറ്റൽ മുളകില്ലേ, ഓക്കെ. സോ അതിട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അതിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ്മീരിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ നാരങ്ങ നീര് ആഡ് ചെയ്യാം. പിന്നെ നമുക്കതിൽ വേണ്ടത് ഇത്രയാണ് വേണ്ടത്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് മസാല ആക്കിയിട്ട് ഷാലോ ഫ്രൈ ആക്കിയത്. സോ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സെറ്റ്. അങ്ങനെ മൊത്തം ഒരു 20 കൊഞ്ച് ഉണ്ടായിരുന്നു തോന്നുന്നു, 20 പ്രോൺസ് ഉണ്ടായിരുന്നു, ഓക്കെ. അപ്പം ഇങ്ങനെ ഇരിക്കും ഒരു ഷാലോ ഫ്രൈ, ഒത്തിരി കുക്ക് ചെയ്യരുത്. പിന്നെ നമുക്കിതിന് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കൊച്ചുള്ളി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, പിന്നെ ഇഞ്ചി. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചതാണ് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കുറച്ച് ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഗൈസ്, ബൈ ദ വേ. അപ്പം നമ്മൾ ഇത് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതായത് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും, ഓക്കെ. ഇത്ര ഇട്ടിട്ട് നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്രോൺസിനകത്ത് ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടൊമാറ്റോ ആഡ് ചെയ്യണം. ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെയും ഇങ്ങനെ മിക്സ് ചെയ്യണം, ഓക്കെ. കാരണം ചിലവർ ഇതിൽ മിക്സ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് സവാള ഇടുന്നവരുണ്ട്, കൊച്ചുള്ളി ഇടുന്നവരുണ്ട്, ചിലവർ അല്ലാതെ ഇടുന്നതുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കുറച്ചും കൂടെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നത് കുറച്ചും കൂടി ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ഓക്കെ. അപ്പം ഇത് കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കണം. അത് കുറച്ചൊന്നും നമുക്കത് മനസ്സിലാവുമല്ലോ. അത് ചിലപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, നമുക്ക് നോർമൽ ഉള്ളി ആയിരുന്നുണ്ടെങ്കിൽ നമുക്കത് വാടുന്നത് മനസ്സിലാവുമല്ലോ. ഇത് നമുക്ക് ആ ഒരു മണവും അത് കുറച്ചും കൂടെ, അതായത് ആ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്, അതിൻ്റെ കറക്റ്റ് ഭാഗമായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്, ഓക്കെ. അപ്പം നമ്മൾ ആദ്യമേ മസാല, ഇത് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിശക്കാണ്, പക്ഷെ എന്നാൽ നല്ലതായിട്ട് കഴിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ മസാല ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ആ പ്രോൺസ് ഫ്രൈ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രോൺസ് ഫ്രൈയും അപ്പമോ അല്ലെങ്കിൽ പൊറോട്ടയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മുടെ അരിപ്പത്തിരി അതൊക്കെ വെച്ച് കഴിച്ചാൽ അടിപൊളിയായിരിക്കും, ഓക്കെ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ പ്രോൺസ് അതിലേക്ക് ആഡ് ചെയ്യും. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ഞാൻ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഡ്രൈ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ നേരത്തെ ആ ഉള്ളിയുടെ കൂടെ ഈ പ്രോൺസ് എടുത്തിട്ടിട്ട് നിങ്ങൾ അടച്ച് വെച്ചിരുന്നാൽ മതി, ഓക്കെ. പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടായതുകൊണ്ട് ഞാനിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യും, ഓക്കെ. കുറച്ച് വെള്ളവും കൂടി ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്കത് ഇഷ്ടമല്ല, ഞാൻ നേരത്തെ ചെയ്തതുപോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചു വെച്ചാൽ മതി. ഓൾറെഡി കൊഞ്ചിന്ന് അതിൽ നിന്ന് കുറച്ച് വെള്ളം വരുമല്ലോ നമ്മൾ അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക്, ഓക്കെ. അപ്പം ഇത് തന്നെ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഓക്കെ. ഇതാണ് ഭയങ്കര ഈസി റെസിപ്പിയാണ്, അതേപോലെ നല്ല ടേസ്റ്റാണ്. ഫ്രഷ് കൊഞ്ചാണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ്, ട്രസ്റ്റ് മീ. പിന്നെ ഇതാണ് എൻ്റെ മെയിൻ ഐറ്റം. കാരണം എനിക്ക് ഈ പ്രോൺസ് റോസ്റ്റ് അതേപോലെ ചിക്കൻ റോസ്റ്റിലൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഐറ്റം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ട്രസ്റ്റ് മീ ഗൈസ്. ഇത് നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് സോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പം ഇത് നിങ്ങൾക്ക് ഗ്രേവി വേണോ, നിങ്ങളുടെ എത്രത്തോളം ഗ്രേവി ആയിട്ട് വേണോ വേണ്ടതെന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് നോക്കാം, അതിനുശേഷം ഓഫ് ചെയ്യാം.